നമ്മുടെ പ്രിൻസ് ആൻഡ് ഫാമിലി മൂവി എല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ. ആ കണ്ടിട്ടുള്ള സിനിമയിലെ കുറച്ചൊരു പർട്ടിക്കുലർ ഭാഗം ഷൂട്ട് ചെയ്തൊരു സ്ഥലം നമ്മുടെ നാട്ടിൽ തന്നെയാണ്. ആ സ്ഥലം ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയാണ് നമ്മളിപ്പോൾ പോകുന്നത് കേട്ടോ. നമ്മളിപ്പോൾ ഉള്ളത് പിറവത്താണ്. പിറവത്ത് നിന്ന് 3 കിലോമീറ്റർ മാത്രമാണ് ഈ ഒരു സ്ഥലത്തിലേക്കുള്ള ദൂരം. നമ്മൾ ആദ്യം പിറവം പാലം കയറി കുറച്ചുകൂടെ മുന്നോട്ട് കഴിയുമ്പോഴാണ് ഒരു വഴി നിങ്ങൾക്ക് കാണാൻ പറ്റും. നമ്മുടെ ദേവിപ്പടി കഴിയുമ്പോൾ യൂണിയൻ ബാങ്ക് എല്ലാം കഴിയുമ്പോൾ ലെഫ്റ്റ് സൈഡിലേക്ക് ഒരു വഴി നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ഒരു വഴിയിലൂടെ കുറച്ചുകൂടെ നമുക്ക് മുന്നോട്ട് പോകാനുണ്ട്. മുന്നോട്ട് പോകുമ്പോൾ ഒരുപാട് നല്ല കാഴ്ചകളാണ്. നല്ല ശാന്തമായ വഴിയാണ്. കുറച്ച് വീടുകളെല്ലാം ഉണ്ട്. ഇപ്പോൾ വെള്ളമെല്ലാം പൊങ്ങി കിടക്കുന്ന കാരണം നല്ല രസമാണ് കാണാനായിട്ട്. കാരണം മഴയെല്ലാം പെയ്ത് റോഡുകളിലും തോടുകളിലും പാടങ്ങളിലും എല്ലാം വെള്ളം മുങ്ങി കിടക്കുക കേട്ടോ. അപ്പോൾ പോകുന്ന വഴിയെല്ലാം നമുക്ക് ഇതുപോലെ വെള്ളം കെട്ടി കിടക്കുന്ന കാണാൻ പറ്റും. പോകുന്ന വഴിക്ക് ഞാൻ ഒരു വീട് കണ്ടു. ഈ വീടിന്റെ മുകളിൽ വരെ വെള്ളം പൊങ്ങിയിട്ടുണ്ട്. ഈ വീട് അങ്ങനെ ആരും താമസിക്കുന്ന വീടൊന്നുമല്ല. പണ്ട് കാലത്ത് ഇവിടെ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ സൂക്ഷിച്ച് വെക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്ന വീട് കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ മുന്നോട്ട് പോയുമാണ് സ്ഥലം വരുന്നത്. സ്ഥലത്തിന്റെ പേര് ആറ്റുതീരം എന്നാട്ടോ. നമ്മൾ നേരെ സ്ഥലത്ത് എത്താറായിട്ടുണ്ട്. ഈ കാണുന്ന സ്ഥലത്തൊക്കെ നേരത്തെ വയലുകളായിരുന്നു. ഇപ്പുറത്തേക്കുള്ളത് വെള്ളമൊക്കെ ആയിരുന്നു. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം മൊത്തം വെള്ളമൊക്കെ കയറിയിട്ട് നിറഞ്ഞിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ വയലുകളിലൊക്കെ വെള്ളം കയറിയിരിക്കുകയാണ്. എന്തായാലും നമ്മൾ നേരെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഇനി ബാക്കി കാഴ്ചകളൊക്കെ നമുക്ക് നോക്കാം. ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ പ്രിൻസ് ആൻഡ് ഫാമിലി മൂവി ലൊക്കേഷൻ ഒന്ന് കാണിക്കാൻ വേണ്ടി വന്നതാണ്. കഴിഞ്ഞ ദിവസം കുറച്ച് പേരെങ്കിലും നമ്മുടെ റീൽസൊക്കെ കണ്ടിട്ടുണ്ടാവും. നല്ല രീതിയിൽ ട്രെൻഡിങ് ആയിരുന്നു ആ റീൽസൊക്കെ. അപ്പോൾ ആ റീൽസിലുള്ള സ്ഥലങ്ങളൊന്നും വലിയ വീഡിയോ ഒക്കെ ഒന്ന് കാണിക്കുമെന്ന് ഒരുപാട് പേര് പറഞ്ഞിരുന്നു. അതിനുവേണ്ടി വന്നതാണ്. പക്ഷേ വന്നപ്പോഴാണ് ഇങ്ങനെ ഒരു കാഴ്ച കാണുന്നത് കേട്ടോ. ആ വീഡിയോ നിങ്ങൾ കണ്ടാൽ അറിയാൻ സൈഡിൽ കൊടുക്കാം. ഈ ഒരു കാഴ്ചകൾ നോക്കുമ്പോൾ വെള്ളമൊക്കെ വളരെ കുറവാണ്. ഇങ്ങോട്ടൊന്നും അധികം വെള്ളം ഉണ്ടായിരുന്നില്ല. ഈ ചുരങ്ങളിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പാടവും വയലുകളെല്ലാം വരുന്നതാണ് കേട്ടോ. ആ ലെവലിന് ഇപ്പോൾ വെള്ളമൊക്കെ കയറിയ കാരണം കഴിഞ്ഞ ദിവസങ്ങളായിട്ട് കേരളത്തിൽ നല്ല മഴയെല്ലാം പെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം സ്വാഭാവികമായിട്ട് വെള്ളമൊക്കെ ഉയരും എന്ന് പറയുന്നത്. ഞാൻ ഇപ്പോൾ നിൽക്കുന്ന ലെവലിൽ തന്നെ കണ്ടോ, ഈ ലെവലിൽ തന്നെ ഇവിടെ വെള്ളമുണ്ട്. അതേപോലെ ഇതുപോലെ വെള്ളം കെട്ടി നിൽക്കുന്നുണ്ട് കേട്ടോ. ഇതൊരു റോഡാണ്. ഈ റോഡ് വഴി നേരെ ഈ വെള്ളം ഇതുപോലെ പാസ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ ഈ റോഡ് ഇങ്ങനെ പാസ് ചെയ്ത് നമുക്ക് ഈ ഒരു അറ്റത്തേക്കൂടെ പോയിട്ട് അപ്പുറത്തെ കരയിലേക്ക് പോകുന്നതാണ്. പക്ഷേ ആ ഏരിയ മൊത്തം ഇപ്പോൾ വെള്ളം നിൽക്കുകയാണ്. ഇവിടെ മാത്രമാണ് നമുക്ക് ഇച്ചിരി നടക്കാൻ പറ്റുന്ന ഏരിയ ഉള്ളൂ. പക്ഷേ അങ്ങോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ കറക്റ്റായിട്ട് വെള്ളത്തിൻ്റെ ലെവൽ ഒരേപോലെ ഇരിക്കണം. കുറച്ച് താഴ്ന്ന ഏരിയ കാണുന്നു. ആ ഒരു ഏരിയ അങ്ങനെ നിൽക്കുകയാണ്. അവിടെ ഒരു കടയുണ്ട്. ആ കടയിൽ കറക്റ്റായിട്ട് വെള്ളത്തിൻ്റെ കാര്യങ്ങളൊക്കെ നിൽക്കോട്ടെ. ഞാൻ ലൂമിയുടെ ലൊക്കേഷനെല്ലാം കാണിച്ചു തരാം. ഈ ഒരു ലൊക്കേഷൻ തന്നെയാണ്. നമുക്ക് ഈ ഒരു സ്പിൻ വീലും കാര്യങ്ങളെല്ലാം കണ്ടാലറിയാം. അപ്പോൾ അതുപോലെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് വെള്ളം കയറിയ കുറച്ച് കാഴ്ചകളൊക്കെ ഒന്ന് കാണാം കേട്ടോ. ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെ വന്നൊരു സ്ഥലമാണ്. കാരണം ഇത് നമ്മുടെ അടയ്ക്ക. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇതുപോലെ മൂവി ലൊക്കേഷൻ ഉണ്ടായിരുന്നു. നമ്മൾ മൂവി ഷൂട്ട് ചെയ്തത് നമ്മൾ അറിഞ്ഞില്ല. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇവിടെ ആ വീഡിയോ കണ്ടു കഴിയുമ്പോൾ അറിയാം ഒരുപാട് പേര് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ എപ്പോഴാണ് ഷൂട്ടിംഗ് നടന്നത്, ദിലീപേട്ട നമ്മളൊന്നും അറിഞ്ഞില്ലല്ലോ, എപ്പോഴാണ് ദിലീപേട്ട വന്നതെന്നൊക്കെ പറഞ്ഞ് ഒരുപാടധികം കമൻറ്റുകൾ ഞാൻ ആ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ കണ്ടിരുന്നു. ഇത് അവിടെ നോക്കി കഴിഞ്ഞാൽ ചെറുതായിട്ട് അവിടെ ഒരു വെള്ളം ഇറക്കിയിട്ടുണ്ട്. അരയ്ക്ക് കൂടിയിട്ട് വേണ്ട. ഇവിടെ കണ്ടോ വെള്ളം ഇങ്ങോട്ടേക്ക് ഒഴുകുന്ന കാഴ്ചകളായിട്ടൊക്കെ കാണും. ഈ ചെരുപ്പനെ നോക്കി കാലെന്തായാലും തന്നെയും മടക്കി വെച്ചിട്ട് നമുക്ക് പോകാം. ഇങ്ങനെ മടക്കി വെക്കണം. കണ്ടോ നല്ല തണുത്ത വെള്ളമാണ് കേട്ടോ. ഒരു രക്ഷയില്ല. നല്ല രസമുണ്ട്. ആ കടയുടെ പറഞ്ഞില്ലേ, കട മൊത്തത്തിൽ വെള്ളത്തിൽ മുങ്ങി നിൽക്കുകയാണ്. നമ്മുടെ ടവറിൻ്റെ കുറച്ച് പൊങ്ങിയ ഏരിയയാണ് അവിടെ ഇരിക്കുന്നത്. പക്ഷേ എന്നാലും പോലും വെള്ളത്തിലാണ് കേട്ടോ നിൽക്കുന്നത്. നല്ല രസമാണ്. ഈ ഒരു ഏരിയയിലും ഈ ഒരു ഏരിയ, ആ കുറച്ച് ഏരിയ അവിടെയൊക്കെയാണ് മൂവിയുടെ ലൊക്കേഷൻ വരുന്നത്. നല്ല രീതിയിലുള്ള റോ ഉണ്ട്. പക്ഷേ ഇത് കണ്ടോ, നമ്മുടെ മലയാളികളുടെ സ്വഭാവമായ പ്ലാസ്റ്റിക് വെള്ളത്തിൽ നല്ല രീതിയിൽ കെട്ടി നിൽക്കുന്നു. ഒട്ടും പ്രതീക്ഷയില്ല. നിങ്ങളുടെ നാട്ടിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ടാവും ഈ ഒരു സമയം. കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നല്ല മഴയുണ്ട്. പ്രത്യേകിച്ച് കുറച്ച് മണിക്കൂറുകളായി നല്ല മഴ പെയ്യുന്നുണ്ടായി. ഇന്നാണ് 2-3 ദിവസം കൂടിയിട്ട് ഇന്നാണ് അത്യാവശ്യം വെയിലൊക്കെ ഒന്ന് തെളിഞ്ഞ് വന്ന് നമ്മളിവിടെയൊക്കെ ഒന്ന് കാണുന്നത് കേട്ടോ. അവിടെ നിന്ന് മരങ്ങളൊക്കെ വെള്ളത്തിലേക്ക് ചെരിഞ്ഞ് നിൽക്കുന്നുണ്ട്. അവിടേക്ക് ഇറങ്ങാൻ പറ്റുന്ന വഴികളായിരുന്നു പുഴയിലേക്ക് കേട്ടോ. അതുകൊണ്ട് ഇവിടെ ഇത്ര നേരം ഉണ്ട്. അവിടെ ഒരു ബൈക്കുകാരൻ കുറച്ച് മുമ്പ് ഇവിടെ ഇറക്കി. ബൈക്കിൻ്റെ ഏകദേശം സൈലൻസറിൻ്റെ മുകളിൽ സീറ്റിൻ്റെ അടുത്ത് വരെ വെള്ളം ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. പുള്ളി കഷ്ടപ്പെട്ടാണ് ഈ റോഡ് പാസ് ചെയ്ത് അങ്ങോട്ട് പോയത് കേട്ടോ. വേണ്ട തട്ടുകട അത്യാവശ്യം വെള്ളത്തിൽ മുങ്ങിയിട്ടുണ്ട്. കാരണം പ്രതീക്ഷിക്കാതെ ഇന്നലെ ഒറ്റ രാത്രിയും കൊണ്ട് വെള്ളം മുങ്ങിയതാണ്. കാരണം തലേന്നുള്ള അധികം സാധനങ്ങൾ മാറ്റിയിട്ടോ പ്രത്യേകിച്ച് കാര്യങ്ങളോ ഒന്നും പുള്ളി അവിടെ ചെയ്തിട്ടില്ല. കാരണം ഈ ഒരു ഏരിയയിലുള്ള ഏക കടയാണിത്. അപ്പോൾ ആ കടയും അത്യാവശ്യം വെള്ളത്തിൽ മുങ്ങിയാൽ നിൽക്കുന്നത്. ഇവിടെ ഒന്നും ഇപ്പോൾ ചെയ്യാൻ പറ്റില്ല. കാരണം ഇതൊന്നും എടുത്തുകൊണ്ട് പോകാനോ ഇല്ല അവിടെ നിന്ന് മാറ്റാനോ ഒന്നും സാധിക്കത്തില്ല. അതുപോലെ ഇരിക്കുന്ന ഏരിയ. നമുക്കധികം അങ്ങോട്ടേക്ക് പോകാനും സാധിക്കില്ല. നമുക്ക് നല്ല തണുപ്പുള്ള കാരണം നല്ല രസമുണ്ട് ഈ വെള്ളത്തിലേക്ക് നടക്കാനായിട്ട്. ഈ വേണ്ട ആ ഒരു ഏരിയയിൽ അവിടെ വെള്ളം ഇറക്കുന്നത്. അവിടെ കുറേ ബൈക്കുകളൊക്കെ വരുന്ന അവിടെ കാഴ്ചകളൊക്കെ എല്ലാവരും കാണുന്നുണ്ട്. ഇങ്ങനെ നമുക്കിങ്ങനെ നടക്കുന്ന വഴിയാണ്. വൈകുന്നേരമൊക്കെ വന്ന് അടിപൊളിയായിട്ട് ഫാമിലിയായിട്ടൊക്കെ വന്നിരിക്കാനും നടക്കാനൊക്കെ പറ്റുന്ന ഒരു അടിപൊളി വഴിയാണ് കേട്ടോ. നല്ല രസമാണ് ഇതിൻ്റെ കാഴ്ചകൾ. ഈ മീനുകളെ ഒന്നും കാണുന്നില്ല. കാരണം മിക്കവാറും ആ ഒരു സൈഡിലേക്കോ അങ്ങോട്ടേക്കും മാറി. കാരണം ഇത്രയും പാസേജ് ആയിരുന്നു. ഇങ്ങോട്ടേക്ക് മീനുകളൊന്നും കാര്യങ്ങളൊന്നുമില്ല. പോരാതെ ഇവിടെ വേസ്റ്റ് ഇത്ര അടിയുന്നതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ അവിടെ നിന്ന് വെള്ളം വരുന്നതിൻ്റെ ഫ്ലോ എല്ലാം ഇങ്ങോട്ടേക്കാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത്രയും വേസ്റ്റുകളിവിടെ ഈ സൈഡിലേക്ക് അടിഞ്ഞു കൂടും. പിന്നെ വെള്ളം ബാക്കി അങ്ങോട്ടേക്ക് വരും. നല്ല ഒഴുക്കുണ്ട് വെള്ളത്തിന്, ശക്തമായ ഒഴുക്കുണ്ട്. അക്കരയിൽ നിൽക്കുന്നുണ്ട്. കുറച്ചുകൂടെ വെള്ളം ഇവിടെ നിന്ന് ഈ ഒരു ലെവലിലേക്കൊക്കെ വെള്ളം ഉയരുവാണെങ്കിൽ ഉറപ്പായിട്ടും അക്കരയിലുള്ള വീടുകളിലേക്കൊക്കെ വെള്ളം നല്ല രീതിയിൽ ഉയരും.
പിന്നീട് ആ സൈഡിലേക്ക് നമ്മുടെ പിറവത്തിൻ്റെ അപ്പുറത്തെ സൈഡിലേക്ക് എല്ലാം വെള്ളം കയറും. ഞാനത് വീഡിയോയിൽ പറയാൻ വിട്ടുപോയി. ലൊക്കേഷൻ എവിടെയാണ്? നമ്മുടെ എറണാകുളം ജില്ലയിലെ പിറവത്ത് ആറ്റിതീരം എന്ന് പറയുന്ന പാർക്കാണ് കേട്ടോ ഇത്. പാർക്ക്, വാക്ക് വേ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം, റിവർ സൈഡ് വ്യൂ പോയിൻറ്റ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ ഇവിടെയുള്ളവർക്ക് അത്യാവശ്യം നല്ല രീതിയിൽ സുപരിചിതമായ ഒരു ഏരിയയാണ്. കാരണം ഇവിടെ നമുക്ക് ഒരു എൻജോയ്മെൻറ്റ് നമുക്ക് നടക്കാനും ഇരിക്കാനൊക്കെ പറ്റുന്ന ഒരു അടിപൊളി സ്ഥലമാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഈ നിൽക്കുന്ന ലൊക്കേഷൻ ഞാനൊരു കാഴ്ച കാണിച്ചു തരാം. എൻ്റെ ഈ ഒരു സീറ്റും ആ മരങ്ങളും കാഴ്ചകളെല്ലാം നോക്കിക്കും. ഞാനിപ്പോൾ സൈഡിലൊരു ഫോട്ടോ ഇങ്ങനെ കൊടുക്കാം കേട്ടോ. ഈ ഒരു സീരിയലിൽ നിങ്ങൾ കാണുന്ന ആ ഒരു കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്തേക്കണം ഇവിടെയാണ്. അതോടൊപ്പം തന്നെ അടുത്തൊരു ഫോട്ടോ ഞാൻ കാണിച്ചു തരാം. ഏത് ആംഗിളാണെന്ന് നോക്കിയോ. ഈ ഒരു ആംഗിളിൽ നോക്കി കഴിഞ്ഞാൽ ഇങ്ങോട്ടുള്ള ഭാഗങ്ങൾ ഷൂട്ട് ചെയ്തേക്കണം കാണാം കേട്ടോ. ഇവിടെ ഒരു മുട്ടൻ കുഴിയുണ്ട്. ഞാൻ ആദ്യം ഇതിനകത്ത് ചാടിപ്പോയി. എൻ്റെ അടുത്തൊരു വണ്ടി അവിടെ നിന്ന് വരുന്നുണ്ട്. നേരെ ഇപ്പോൾ കാണിച്ചു തരാം. ഈ ഒരു സീറ്റ് ആയിരുന്നുകൊണ്ടാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചിത്രീകരിച്ചേക്കുന്നത് കേട്ടോ. ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് നോക്കിക്കഴിഞ്ഞാൽ നേരെ ആ ലൊക്കേഷനിലേക്ക് ഇവിടെ നിന്ന് ഒരു ആംഗിൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നിന്ന് ഒരു ആംഗിൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്കറിയാം ഇവരെല്ലാം നടന്നു വരുമ്പോൾ നിങ്ങൾ ഈ കാണുന്ന ഈ ഒരു ലൊക്കേഷൻ കാര്യങ്ങളെല്ലാം ഷൂട്ട് ചെയ്തേക്കണം. ഇവിടെ നിന്ന് നേരെ നോക്കുന്ന ആ ഒരു പൊസിഷനാണ്. അപ്പോൾ വേണ്ട പുഴ അവിടെ നിന്ന് വരുന്ന നേരെ പിറവത്ത് നിന്ന് വരുന്ന ഏരിയ പുഴ അവിടെ നിന്ന് വരുന്നു. അതുപോലെ ഈ കറങ്ങുന്നൊരു ഐറ്റത്തിൻ്റെ ഇതെന്താണ് ഐറ്റം എന്ന് എനിക്ക് മനസ്സിലായില്ല. ആദ്യം ഒരു സ്പിൻ വീലിൻ്റെ ഞാൻ പേര് പറഞ്ഞു എനിക്ക്. പക്ഷേ ഇതെന്ത് ഇതിങ്ങനെ കൈ പിടിച്ചിട്ട് മറ്റേ കറങ്ങണ പരിപാടി. ഓക്കെ, അതിൻ്റെ ഒരു ആംഗിൾ അത് ഇവിടെ നിന്ന് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. തന്നെ ഞാൻ ഈ ഫോട്ടോ സൈഡിൽ ഏതായാലും കൊടുത്തേക്കാം. വേണ്ടേ, അതിങ്ങനെയാണ് ഷൂട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇരുന്നേക്കുന്ന അവിടെയാണ്. പക്ഷേ ഇങ്ങനെ ഒരു ഷൂട്ടിംഗ് ഇവിടെ നടന്ന കാര്യങ്ങളൊന്നും പലരും ഇവിടെ അറിഞ്ഞിട്ടൊന്നുമില്ല. കാരണം ഏത് സമയത്താണ് ഷൂട്ട് ചെയ്യുന്നതല്ല. കാരണം നമ്മളൊക്കെ ഇവിടെ എപ്പോഴും പിറവത്തുള്ളവരാണ്. പിറവത്തുള്ളവർക്ക് പോലും അറിയില്ല എപ്പോഴും ഷൂട്ട് ചെയ്യുന്നത്. ഇതിൻ്റെ അടുത്തുള്ളവർക്ക് പോലും അറിഞ്ഞിട്ടില്ല ഇതെപ്പോഴാണ് ഇതിൻ്റെ ഷൂട്ടിംഗ് നടന്നത്. ചിലപ്പോൾ കോവിഡിന് മുമ്പാണോ അതിന് ഇടയ്ക്കോ എപ്പോഴെങ്കിലാണെന്ന് ആർക്കറിയത്തില്ല. എന്തായാലും ആ ഒരു സീന് കാര്യങ്ങൾ ഇവിടെ നിന്നാണ് ഷൂട്ട് ചെയ്തത്. ബാക്കി കുറച്ച് ഭാഗങ്ങൾ ഈ ഒരു ഏരിയയിൽ നിന്നും ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ കാണിച്ചു തരുന്നുണ്ട്. ഇവിടെ ഒരു തെങ്ങിൻ്റെ ഹൈറ്റ് വലിയ ഹൈറ്റുള്ള തെങ്ങൊന്നുമല്ല. പക്ഷേ ആ ഒരു തിട്ടയ്ക്ക് താഴെയാണ് നിൽക്കുന്നത്. ആ താഴെ അത്ര ഹൈറ്റിലും വെള്ളം കയറിയിട്ടുണ്ട് കേട്ടോ. ആവശ്യം അതെ. ഇവിടെ നിന്ന് ഞാനപ്പോൾ ഇറങ്ങി കാണിച്ചു തരാം. അതെ, ഇത്രയും ഏരിയയാണ്. ഈ ഏരിയ നോർമലായിട്ട് നിൽക്കുന്ന ഏരിയയാണ്. ഇതിൻ്റെ താഴത്തേക്കൊരു തിട്ട വരുന്നുണ്ട്. ആ തിട്ടയ്ക്ക് ഇത്രയും ഭാഗത്തേക്ക് വെള്ളം കയറി നിൽക്കുന്ന കേട്ടോ. അതെ, ആ ഒരു ലൊക്കേഷൻ അപ്പുറത്ത് വരുന്നു. ഈ ലൊക്കേഷൻ ഇങ്ങനെ പോകുന്നു. പുഴ നല്ല രീതിയിൽ ഒഴുകുന്നു. ഒരുപാട് പേര് അവിടെ വന്നിട്ട് തിരിച്ചു പോകുന്നു. കാരണം ഡെയിലി എല്ലാവരും ഇതിലേക്കടെ പോകുന്ന വഴിയാണ്. ആ വഴിയിലാണ് ഇത്രയും വെള്ളം കയറിയിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇവിടെ 2018 സംതിങ് വെള്ളം കയറി കഴിഞ്ഞപ്പോൾ ഐ തിങ്ക് ഈ ഒരു ഏരിയ എനിക്ക് തോന്നുന്നു ഈ ഒരു ലെവലിൽ ഇത്രയും വെള്ളം കയറി മൊത്തം വെള്ളത്തിനടിയിലായിരുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവിടെ സംഭവിച്ചിട്ടുണ്ട്. അപ്പം കാഴ്ചകളൊക്കെ മനോഹരമാണ്. കുറച്ചുകൂടെ വെള്ളം കയറി കഴിയുമ്പോൾ ഒരുപാട് ഡേഞ്ചർ ആയിരിക്കും. കാരണം ഒരുപാട് പേർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ കാര്യങ്ങൾ എല്ലാം സംഭവിക്കും എന്നുള്ള ഉറപ്പാണ് കേട്ടോ. ഇവിടെ ഒരുപാട് അടയ്ക്ക പോലത്തെ ആ ഒരു ഐറ്റം നമ്മുടെ വീട് നടക്കുന്നുണ്ട്. സംഭവം എന്തായാലും നിങ്ങൾ ജസ്റ്റ് ഒന്ന് ലോങ് ടൈമിൽ വീഡിയോയിലൊന്ന് കാണിക്കണമെന്ന് വിചാരിച്ചു. പക്ഷേ ഒരുപാട് കാര്യങ്ങൾ അങ്ങോട്ടേക്ക് നമുക്ക് പോകാൻ പറ്റില്ല. അത്രയും വെള്ളമുണ്ട് അവിടെ. വെറുതെ ഇവിടെ എക്സ്പ്ലോർ ചെയ്ത് ഇവിടെ നടക്കാനുള്ള സമയവും ഇല്ലാത്തതുകൊണ്ട് ഞാൻ എന്തായാലും വീഡിയോ ജസ്റ്റ് ഒന്ന് വൈൻഡപ്പ് ചെയ്യണം. ജസ്റ്റ് അടുത്തൊരു വീഡിയോയുമായി ഇനിയും കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. പിന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഭയങ്കര വെയിലടിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി ഇനിയും കാണാം.